രാവിലെ തന്നെ നമ്മൾ പാലക്കാടേക്ക് പോവാണ്. പാലക്കാടിലെ കാഴ്ചകളും പാലക്കാട് പോകുന്ന യാത്രകളും ഒന്ന് കാണിച്ചു തരാം. എന്തായാലും ഒന്ന് ചെന്ന് നോക്കിയാലോ. സിഗ്നൽ ഇല്ലാത്ത ഒരു സിഗ്നൽ എന്ന് പറയാൻ പോലെയാണ് തൃപ്പയാറിലത്തെ സെൻറ്ററിലുള്ള സിഗ്നൽ. ലൈറ്റും കാര്യങ്ങളൊന്നും കത്തുന്നില്ല. എന്തായാലും യാത്ര തുടങ്ങിയപ്പോൾ നല്ല നല്ല അടിപൊളി റോഡുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എന്ത് രസമല്ലേ, രണ്ട് സൈഡും നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉള്ള റോഡുകളാണ് ഇനിയിപ്പോൾ പാലക്കാടേക്ക് പോകാനുള്ള യാത്രകളിലൊക്കെ ഉള്ളത്. ഇതൊക്കെ തൃശ്ശൂർ ജില്ലയിലെ കാഴ്ചകളാണ്. എൻ്റെ ബൈക്കിൻ്റെ കീശയിൽ പോക്കറ്റിലിട്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സൈഡിലേക്കാണ് നിങ്ങൾക്ക് കാഴ്ച വരുന്നത്. എന്നാലും നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നമുക്ക് ഈ കാഴ്ചകൾ മൊത്തമായിട്ടൊന്ന് കാണാം കേട്ടോ. ഈ ഓട്ടക്കാരൻ എന്താക്കുക, ഇതെന്താക്കുക, ഇവിടുന്ന് ഒരു വണ്ടി അതാ തട്ടി അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴായാലും നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ട്, നമ്മളിപ്പോൾ എന്ത് വർക്കിൻ്റെ കാര്യത്തിലായാലും നമ്മൾ യാത്രകൾ എൻജോയ്മെൻറ്റ് യാത്ര ചെയ്യുക കേട്ടോ. ഇപ്പോൾ അടിപൊളി സ്പോട്ട് തന്നെയാണ്. ഇപ്പോൾ ഇതുപോലെ തന്നെയുള്ളത്. അത് ഓട്ടക്കാരൻ നമ്മളെ തട്ടാൻ വേണ്ടി വരാമെന്നാണ്. ബാഗ് ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറിയ റോഡ് വിട്ടിട്ട് നല്ല നാഷണൽ ഹൈവേ NH-60 വലിയ റോഡ് 10 വരി പാതയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായിട്ട് തന്നെയാണ് ഇവിടുത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുള്ളത്. നല്ല നീറ്റ് ആൻഡ് വൈറ്റ് വർക്കുകളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാലക്കാടിൻ്റെ മലനിരകളാണ് കാണുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നിങ്ങൾ. ഇവിടുന്ന് ദൂരം ഇതിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നല്ല, നേരിട്ട് കാണാൻ എൻ്റെ മോനെ പൊളി സ്ഥലമാണ്. നിങ്ങളെന്തായാലും ഈ യാത്രകൾ ചെയ്യുമ്പോൾ എന്തായാലും പാലക്കാടേക്ക് ഒന്ന് വരണം കേട്ടോ. എന്താടാ ചെയ്യേണ്ടത്, എന്തുട്ടാ പോകുന്നത്, എങ്ങോട്ടാ വരുന്നത് എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കണ്ണാടിയിൽ കാണുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ മുഖമാണ് നിങ്ങൾ കാണുന്നുണ്ടാവും. എന്നാലും ഈ വീഡിയോ എത്രയോ മനോഹരമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. എത്രയോ എൻജോയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. വണ്ടികളൊക്കെ നമ്മൾ തട്ടാൻ വേണ്ടി വരേട്ടാ. ഇതാണ് കുതിരാൻ തുരങ്കൻ പാത. പാലക്കാട് തൃശ്ശൂർ ജോയിൻ ചെയ്യുന്നത് കുതിരാൻ തുരങ്കൻ പാതയാണിത്. ഈ പാതൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഇരുട്ടിലൂടെ പോകുന്നത്. ഞാനിതുവരെ അങ്ങനെ വലിയ തുരങ്ക പാതകളിലേക്കൊന്നും പോയിട്ടില്ല. എന്നാലും ഇത് എത്രയോ ഒരു ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇടിഞ്ഞ് വീണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്നാൽ ഇത് എത്രയോ മനോഹരമായ സ്ഥലങ്ങളാണ് ഇതൊക്കെ. നമുക്ക് പോകുമ്പോൾ കാഴ്ചകളിൽ എത്രയോ മനോഹരം. ഇതാ നമ്മളത് പാലക്കാടിൻ്റെ പ്രതിബിംബമായ അടിപൊളി സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. എന്തുട്ട മന്തി, തുള്ളല്ല ചേച്ചി. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. എങ്ങനെയുണ്ട്, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? നല്ല രസമല്ലേ, നമ്മളിത് എൻജോയ് ചെയ്യാനല്ലേ പോകുന്നത്.
അങ്ങനെ ലോറി അങ്ങനെ ഇടത്തോടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നേരെ ലോറീൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ പിടിക്കുകയാണ്. ലോറീൻ്റെ ബാക്കിൽ തന്നെ പിടിച്ച് നമ്മൾ എൻ്റെ മോനെ ആട് മേയ്ക്കുന്ന ആൾക്കാർ. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ ആട് ഫാമിലി ഇതാണ് ആട് വരുന്നത്. നമുക്ക് ചെറിയ ഷോർട്ട് കട്ട് എടുത്ത് അങ്ങനെ പുറത്തേക്ക് ചാടിച്ചാലോ വണ്ടി ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിന് വീഡിയോ ഫോൺ കൈമാറി. അതിന് ശേഷം ഞാൻ ഒന്ന് കയറ്റി വിടറാ അപ്പാ. ഒരാൾ അതിൻ്റെ ഉള്ളിൽ കൂടി വരുന്നുണ്ട്. ചേച്ചി എത്രയാ ആടുകളുള്ളത് നോക്കിയൊക്കെ നിങ്ങൾ, എന്ത് ഭംഗിയാ നോക്കിയേ. ഇതാണ് ഞാൻ വീഡിയോയിൽ ഇട്ടത്. ഞാൻ ഷോർട്സ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ. ഇനി ഷോർട്സ് ആയിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട് ഈ ആടിനെ കുറിച്ച്. എന്തെല്ലാം എത്രയാണ് ഉള്ളത്. നമ്മുടെ മോനെ ചെമ്മരിയാടും മറ്റേ നമ്മളെ എന്താ പറയുക, ഇപ്പോൾ തോല് പൊളിക്കുന്ന ആടെല്ലാം ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണിപ്പോൾ എൻ്റെ യാത്ര തുടങ്ങി. ഇങ്ങനെ നമ്മൾ ഏകദേശം പാലക്കാടിൻ്റെ ഏരിയയിൽ എത്താനായിട്ടോ. ഇവിടുത്തെ വയലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. എത്രയോ മനോഹരമായ ഒരുപാട് സ്ഥലങ്ങളാണിതൊക്കെ. നല്ല വയലുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അടുത്ത വർഷത്തേക്കുള്ള കൃഷിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പാലക്കാട് കുരുത്തിക്കോട് എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എന്ത് ഭംഗിയാന്ന് നോക്കി നിങ്ങൾ. ഇവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടാലോ. അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടിൻ്റെ മണ്ണിലാണുള്ളത്. ഇവിടുത്തെ കാഴ്ചകളാണ് ഇതൊക്കെ ഉള്ളത്. എങ്ങനെയുണ്ട്? സൗണ്ടെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാനുള്ളത്. നല്ല വെയിലാണെങ്കിലും അതിമനോഹരമായ പാലക്കാട്. എന്ത് ഭംഗിയല്ലേ. ഓരോന്ന് പറന്നു പോ നോക്കി. അപ്പോൾ പാലക്കാടുള്ള വിശേഷങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ. ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പാലക്കാടുള്ളത്. അപ്പോൾ പാലക്കാടേക്ക് എല്ലാവരും വരിക, ഹാപ്പിയായി എൻജോയ് ചെയ്യുക. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, നോക്കത്താ ദൂരത്തോളം പുഴ, വയൽ, അടിപൊളി. നോക്കത്താ ദൂരത്തോളം വയൽ, നല്ല വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങൾ.